നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ചില ആൾക്കാർക്ക് അവരുടെ തെറ്റുകൾ സമ്മതിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ അവരോട് ഒരു ഹെൽത്തി ആയിട്ട് ഒരു ക്രിറ്റിസിസം വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞാൽ പോലും അത് അക്സെപ്റ്റ് ചെയ്യാൻ അവർ ഒരിക്കലും തയ്യാറാവില്ല. നമ്മളൊരു തെറ്റ് ചൂണ്ടിക്കാണിക്കുക അല്ലെങ്കിൽ ക്രിറ്റിസിസം പറഞ്ഞാലൊക്കെ അവർ വല്ലാതെ നമ്മളോട് ദേഷ്യപ്പെടും, അല്ലെങ്കിൽ നമ്മളോട് തർക്കിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ പോലും അറ്റ് ദ എൻഡ് അവരൊരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആവില്ല. അല്ലെങ്കിൽ ആ ഒരു തെറ്റോ വിമർശനമോ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു മോശം കാര്യമാണ് എന്ന് ചിന്തിക്കുന്ന പല ആൾക്കാരും നമ്മളുടെ ഇടയിൽ ഉണ്ടാവും, അതുപോലെ പ്രവർത്തിക്കുന്നുണ്ടാവും. ഈ ഒരു അവസ്ഥയെയാണ് നമ്മൾ ഫ്രജൈൽ ഈഗോ എന്ന് പറയുന്നത്. ഇത്തരം ആൾക്കാര് അവരുടെ സ്വന്തം കഴിവിലോ അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത്തിലോ ഒന്നും ആയിരിക്കില്ല വിശ്വസിക്കുന്നത്, മറിച്ച് മറ്റുള്ളവരുടെ അംഗീകാരത്തിനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചിന്തയ്ക്കനുസരിച്ചും ആയിരിക്കും അവർ അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്താൽ ഞാൻ മോശപ്പെട്ടവനാവുമോ എന്നൊരു പേടിയൊക്കെ ഈ ഫ്രജൈൽ ഈഗോ വെച്ച് പുലർത്തുന്ന ആൾക്കാർക്ക് ഉണ്ടാവും. അതുകൊണ്ട് ഈ പേടി ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ നമ്മളൊരു ക്രിറ്റിസിസം പറയുമ്പോഴും തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോഴൊക്കെ ദേഷ്യപ്പെടുന്നതും അല്ലെങ്കിൽ തർക്കിക്കുന്നതും അല്ലെങ്കിൽ നമ്മളെ തന്നെ വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ ഈ ഫ്രജൈൽ ഈഗോ വെച്ച് പുലർത്തുന്ന ആൾക്കാർക്ക് അറിയില്ല അത് എത്രത്തോളം അവരുടെ മെന്റൽ ഹെൽത്തിനെയാണ് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നതെന്ന്. കണ്ടിന്യൂസ് ആയിട്ട് ഫ്രജൈൽ ഈഗോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് അവർക്ക് അമിതമായിട്ടുള്ള ഒരു സമ്മർദ്ദവും ഉത്കണ്ഠയും അതുപോലെ തന്നെ അവരുടെ റിലേഷൻഷിപ്പിനും ഒക്കെ അത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. സോ നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ഫ്രജൈൽ ഈഗോ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുക, നിങ്ങളുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കുക.